സീതമ്മ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഫ്രണ്ട്. ഞാൻ ചോദിച്ചപ്പോ വഴക്ക് പറഞ്ഞു. സീതമ്മയെ ഞാൻ കൺവിൻസ് ചെയ്തോളാം. ഡോണ്ട് വറി, ഓക്കെ? ആ ചെയ്തോ ചെയ്തോ. നീ എന്നെ പോലെ വഴക്ക് കേട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ ആഘോഷിക്കണ്ട. എന്തായാലും ബർത്ത്ഡേ പ്ലാൻ ചെയ്തല്ലേ പറ്റൂ. എന്തു ചെയ്യും ഫ്രണ്ട്? വൺ ഐഡിയ. രാത്രി 12 മണിയായാ നാളെ ആവുമല്ലോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. രാത്രി 12 മണിക്കാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. നീ രാത്രി 12 മണിക്ക് വന്ന് സീതമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്ക്. രാത്രി ഉറക്കെ സംസാരിച്ചാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി സീതമ്മ ഒന്നും മിണ്ടില്ല. നീ അപ്പവാ, സീതമ്മയ്ക്ക് രാത്രി ദേഷ്യം പിടിക്കാൻ കഴിയേയില്ല. ഫ്രണ്ട്, ഐഡിയ എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ ഫ്രണ്ട്. ശരിക്കും സ്മാർട്ടാണല്ലോ നീ. ഫ്രണ്ട് ഇതൊന്നും നീ എന്തായാലും സീതമ്മയുടെ അടുത്ത് പോയി ഷെയർ ചെയ്യാൻ നിൽക്കില്ലേ? അയ്യോ ഫ്രണ്ട്, ബുദ്ധിയില്ലേ? ഞാൻ പറഞ്ഞ ഐഡിയ ഞാൻ സീതമ്മയോട് പറയൂ. എനിക്ക് സർപ്രൈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. ഓ, അപ്പൊ ശരിക്കും ഇന്റലിജന്റ് ആണ് നീ. ശരി ആവട്ടെ, ലെറ്റ്സ് സർപ്രൈസ് സീതമ്മ. ഓക്കെ ഓക്കെ ഫ്രണ്ട്. ഇന്ന് ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. മണമൊന്നും കാണില്ല. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അതിപ്പോ നീ എന്റെ അടുത്ത് വന്ന് പറയുന്നത് എന്തിനാ? കുടിക്കാതിരുന്നതിന് സമ്മാനം എന്തെങ്കിലും വേണോ നിനക്ക്? സമ്മാനമൊന്നും വേണ്ട. പക്ഷെ നീ ഇത്രയും കാലം എന്നെ അപമാനിച്ചതിന് ഉത്തരം പറയേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് വന്നതാ. ഇത്രയും കാലം ഞാൻ ഓരോ സത്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കുടിച്ചോരോന്ന് പറയുന്നതാണെന്ന് പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് നീ എന്നെ സൈലൻസ് ആക്കി. ഇപ്പോ കുടിക്കാതെയാ സംസാരിക്കുന്നത്. വാണി ചേച്ചിയുടെ അടുത്തുനിന്ന് മുക്കി ഒളിപ്പിച്ചു വെച്ചില്ലേ ആഭരണങ്ങള്? അതിനർഹതപ്പെട്ടവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇനി ആ ആഭരണങ്ങൾ നിന്റെ കയ്യിൽ വാഴില്ല. അതിപ്പോ ആഭരണങ്ങൾ മാത്രമല്ല, ഇനി നിന്റെ കയ്യിൽ ഒന്നും വാഴില്ല. അതുകൊണ്ട് സീതയ്ക്ക് ആ ആഭരണങ്ങളെല്ലാം കൊടുക്കാൻ നോക്ക്. നിന്റെ ഉപദേശം ഞാൻ ചോദിച്ചില്ല. നിനക്ക് പോവാം. നീ ആയിട്ട് സീതയ്ക്ക് ആ ആഭരണങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിമാനമെങ്കിലും ബാക്കി കാണും ഭാർഗവി. നീ ഇവിടുന്ന് പോവുന്നുണ്ടോ ഇല്ലയോ? അതോ പറഞ്ഞയച്ചോ. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നിന്റെ തൊണ്ടയെന്ന് ഒരക്ഷരം പോലും പുറത്തു വരാതാക്കും. കള്ളം പറയുന്ന നിന്റെ ഈ വായുണ്ടല്ലോ, അത് ക്ലോസ് ആക്കിയിരിക്കും. അതിപ്പോ ആഭരണങ്ങൾ മാത്രമല്ല, ഇനി നിന്റെ കയ്യിൽ ഒന്നും വാഴില്ല. അഞ്ജു, താനിപ്പോൾ തൻ്റെ ഏട്ടൻ്റെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ബിസിയാ. ഞാൻ എപ്പോഴും തന്നെ കാത്തിരിക്കും. നീ പക്ഷേ എന്നെ മറന്ന പോലെയാ. മറന്നു എന്നൊന്നും പറയില്ല രാം സാറേ. എനിക്കത് വിഷമാവും. നിങ്ങൾ ഞാൻ എങ്ങനെ മറക്കുക? വീട്ടില് ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. നിങ്ങൾക്കറിയാലോ, ഈ വീക്ക് ശ്രീരാമേട്ടന്റെ എൻഗേജ്മെന്റാ. ആണോ? ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞെന്ന് പറയണം. ഓക്കെ, നിങ്ങളും വരണം. നിങ്ങൾ വന്നത് ചേട്ടനോട് നേരിട്ട് പറഞ്ഞ് എനിക്ക് സന്തോഷവും. ഞാനോ? അതെന്തിനാ? എന്റെ വീട്ടുകാർക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് എന്റെ കല്യാണം നടക്കാതെ ഏട്ടൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതാ. ശ്രീരാമേട്ടന്റെ കല്യാണം ഡിലേ ആവാതിരിക്കാനാ പെട്ടെന്ന് സമ്മതിച്ച്. ഇപ്പൊ ആ കല്യാണം ആയല്ലോ. അടുത്ത കൂപ്പൺ എനിക്കുള്ളത്. 2 ഏട്ടന്മാരും മുത്തശ്ശനും കൂടി എന്റെ തലയിൽ കയറി ഇരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം. എൻഗേജ്മെന്റിന് മറക്കാതെ വരണം. ഇൻവിറ്റേഷൻ ഞാൻ തന്നോളാം.
ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ അത് പ്രശ്നമാവും. വരില്ല എന്ന് പറഞ്ഞ് ഒഴിയാനും പറ്റിയല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. രാം സാറേ, എൻഗേജ്മെന്റിന് വരുമല്ലോ അല്ലേ? എന്റെ ഫാമിലിയിലുള്ളവരെ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അയ്യോ, അതുകൊണ്ടൊന്നും അല്ല അഞ്ജു. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വന്നെല്ലാം പറയണം. അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ എനിക്കെന്ന് പറയാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കയ്യിലൊരു നല്ല ജോലിയില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്റെ വീട്ടുകാരെ വന്നു കണ്ട് നിങ്ങളുടെ മകളെ ഇഷ്ടമാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതിനൊക്കെ ഒരു യോഗ്യത വേണ്ടേ? പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ നമ്മളിപ്പോ പരസ്പരവും ഇങ്ങനെ അംഗീകരിച്ചില്ലേ? നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരാളെ ആരും വേണ്ടെന്ന് വെക്കില്ല. ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് മീറ്റ് ചെയ്തോളാം. അതുവരെ എനിക്ക് കുറച്ച് സമയം വേണം. ജോലിയല്ലേ, എന്റെ ഏട്ടൻ ഓഫീസിൽ ചെയ്യാലോ, ഞാൻ പറഞ്ഞോളാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. വേണ്ട അഞ്ജു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ജോലിയില്ലെന്ന് വീട്ടിലെല്ലാവരും അറിയില്ലേ? നല്ലൊരു ജോലി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരു ജോലി നോക്കാൻ ഇതിനേക്കാൾ വലിയ മോട്ടിവേഷൻ വേണോ? പറ പ്ലീസ്, എനിക്കൊരല്പ സമയം താ. ശരി, എത്രയും വേഗം ജോലി കിട്ടട്ടെ. ജോലി കിട്ടിയാൽ ഉടനെ നമുക്കിത് വീട്ടിൽ സംസാരിക്കാം. സാധന, ചേച്ചി, ദാ നോക്ക്, നിന്റെ ഭർത്താവിന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യം ഇത് കൊണ്ടുപോയി അവന് കൊടുക്കാൻ നോക്ക്. വെളിവില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ ചേച്ചി പറഞ്ഞേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നീ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. ഏട്ടാ, ഏട്ടന് തലവേദനയുണ്ടോ? ഇല്ലല്ലോ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഏട്ടനെ കണ്ടപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ആഹാ, എന്നെ കണ്ടാ നിങ്ങൾക്ക് ആർക്കും നോർമലായിട്ട് തോന്നില്ല അല്ലേ? ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല എന്ന് വെച്ചാ തൊട്ടിട്ടില്ല. കണ്ടോ, കൈയൊരു സ്വല്പം വരയ്ക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് സ്ട്രോങ്ങാ. എന്നിട്ടിപ്പൊ നീ ഇതേ കണ്ടില്ലേ? എന്ത് കഷ്ടമാണെന്നറിയോ? അയ്യോ, അങ്ങനല്ല. നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ അതാ സന്തോഷം. പിടിച്ചോ, ഇത് കുടിക്കേ. നീ ഉണ്ടാക്കിയതാണോ? ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാ ഏട്ടൻ കുടിക്കില്ലല്ലോ. നീ ഉണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ. എന്താണെന്നോ, ഈ വീട്ടിൽ ഒരെണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല. നീ കുടിക്കില്ലല്ലേ? പറഞ്ഞതൊക്കെ നീ മറന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല സത്യ. എന്റെ അടുത്ത് വന്ന് നീ എന്നെ വെല്ലുവിളിക്കുന്നു. അനുഭവിക്ക. സിഹി, ഫോൺ എടുത്തു വെച്ച് കിടക്കാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തോ ഈ നോക്കിയിരിക്കുന്നേ? ഇങ്ങ് തന്നെ ഉറങ്ങാൻ നോക്ക്. 12 മണിക്ക് എനിക്ക് കൃത്യമായിട്ട് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേഗം ഉറങ്ങിപ്പോയാലോ? എന്ത് കഥയെന്ന് പറഞ്ഞു തരാ? കൃഷ്ണ സുധർമ്മയുടെ കഥ പറഞ്ഞു തരട്ടെ? പറയട്ടെ ഞാൻ. കഥ കേട്ടിരുന്ന എനിക്ക് ഉറക്കം വരുമല്ലോ. അപ്പൊ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലോ? സീതമ്മ, എനിക്കൊരു കഥയും വേണ്ട.
എന്നും കഥ പറയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതല്ലേ, ഇന്നെന്തു പറ്റി? കഥ കേട്ടിരുന്നാ പെട്ടെന്ന് ഉറക്കം വരില്ലേ? കഥ പറയുന്നത് തന്നെ ഉറക്കം വരാൻ വേണ്ടിട്ടല്ലേ. ഉറങ്ങാതെ പിന്നെ ഇന്ന് രാത്രി മൊത്തം നീ ഉറങ്ങാതിരിക്കാൻ പോവാണോ? എന്താ ഇവള് നീ ഇങ്ങനെ കളിക്കുന്നേ? എന്താ നിനക്ക് പറ്റിയേ? എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഗുഡ് നൈറ്റ്. സീതമ്മ, നീ എന്നും കഥ പറയുന്നല്ലേ, ഇന്ന് നീ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി. ശരി, കിടന്നോ. രാമന്റെ ശ്ലോകം ചൊല്ലി കിടന്നോ, പെട്ടെന്ന് ഉറക്കം വരും. ഗുഡ് നൈറ്റ്. ദേവമേ, എനിക്ക് ഉറക്കം വരാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണേ പ്ലീസ് ദേവമേ. La 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 da 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 da. റാം, മേമ, മേമ എന്താ ഇവിടെ? എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. എന്താടാ കാര്യം? നത്തിങ് മേമ, സോറി ഡിസ്റ്റർബ് ആയോ? ഹേയ്, അങ്ങനെ ഒന്നുമില്ല. എങ്കിൽ പോയി കിടന്നു മേമ. ഐ എം റിയലി സോറി. ശരി, എൻജോയ് ചെയ്തോ. വാവ് രാമ, സീതയ്ക്ക് വേണ്ടി നീ ബെസ്റ്റ് ഷെഫായി മാറിയല്ലോ. നൈസ് സ്മെൽ. സച്ച് എ ക്യൂട്ട് കേക്ക് ഫോർ മൈ ഫെയറി ടെയിൽ. സിഹിക്കും ഇഷ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ? അത്ര നന്നായിട്ടുണ്ട്. താനെന്നൊക്കെ പറഞ്ഞ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാലോ. ഇനി എങ്ങാനും എന്തെങ്കിലും ചെയ്ത് ഞാൻ ശരിയാക്കി തരും. ബട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവളുടെ അടുത്തെത്തി. അവളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. ഞാനിപ്പോൾ ഫോൺ ചെയ്ത് അവൾക്ക് ഡിസ്റ്റർബ് ആവോ? ആവട്ടെന്നേ, സ്പെഷ്യൽ ഡേ അല്ലേ, സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്തേക്കാം. അയ്യോ ശ്രീരാമ, ഇന്നെങ്കിലും സീതമ്മ റിംഗ് ടോൺ കേട്ടൊന്ന് എഴുന്നേറ്റാ മതിയായിരുന്നു എൻ്റെ പൊന്നെ. കമോൺ സീത, പിക്കപ്പ് പിക്കപ്പ് പിക്കപ്പ്. റാം എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നേ? മോളെ, നീ എന്തിനാ എണീറ്റ്? കിടന്നോ? സീതമ്മ, എന്റെ ഫ്രണ്ടാ കോൾ ചെയ്യണേ. എന്തെങ്കിലും അർജന്റ് ഉണ്ടാവും. വേഗം കോൾ എടുക്ക്. ഹലോ. ഹായ് സീത, ഇറ്റ്സ് ആൻ എമർജൻസി. എനിക്ക് നിന്നെ ഒന്ന് പെട്ടെന്ന് കാണണം. ഒന്ന് വേഗം പുറത്തേക്ക് വന്നേ. റാം, എന്തു പറ്റി? അയ്യോ, നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഇപ്പൊ സമയമേ ഇല്ല. ഒന്ന് വേഗം പുറത്തേക്ക് വാ. ഹലോ. ബൈ ബൈ ബൈ. ഇതിപ്പോ എന്താ ഇങ്ങനെ? ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഏപ്രിൽ 1 പോലെ ഇങ്ങനെ ആരെ ഫൂളാക്കി കാണില്ല. മോളെ, കിടന്നോ? നീ എന്തിനാ വരുന്നേ? സീതമ്മ, നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ വരുന്നേ. വാ, വേഗം വാ. സിഹി, റാം, എന്താ പറ്റിയേ? ഈ സമയത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാവും. എന്താ കാര്യം എന്ന് പെട്ടെന്ന് പറ. സീത, എല്ലാം അവസാനിച്ചു സീത. ശരിക്കും വലിയ പ്രശ്നമായിട്ടുണ്ട്. റാം, എന്നെ ടെൻഷൻ ആക്കല്ലേ. എന്താ പറ്റിയെന്ന് വേഗം പറയേ. എങ്ങനെ പറയേണ്ടെന്ന് പോലും എനിക്കറിയില്ല സീത.
ഒരു മിനിറ്റ്, നീ ഒന്ന് അവിടെ നിൽക്കേ. റാം, എന്താ പറ്റിയത്? Many, many happy returns of the day. ഹാപ്പി ബർത്ത്ഡേ സീതമ്മ. റാം, വൗ, എത്ര ക്യൂട്ട് ആയിട്ടുള്ള കേക്കാ. ഞാൻ എത്ര പേടിച്ചെന്നറിയോ? രണ്ടാളും ചേർന്ന് എന്നെ ഫൂൾ ആക്കുമായിരുന്നല്ലേ? പക്ഷെ ഈ കേക്ക് നിങ്ങൾ രണ്ടാളെയും പോലെ ക്യൂട്ട് ആയിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമില്ല. കേക്കിൽ ഷുഗർ ഉണ്ടോ എന്ന് കരുതി തൽക്കാലം ടെൻഷനൊന്നും ആവണ്ട. സ്വീറ്റ്നെസ്സിന് വേണ്ടി വളരെ കുറച്ച് ഓർഗാനിക് ഹണി, പിന്നെ കുറച്ച് ബ്ലൂബെറി, അത്രേ ഉള്ളൂ. താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്, നീയാണോ കേക്ക് ഉണ്ടാക്കിയത്? വൗ. ഓഫ് കോഴ്സ്, ടു മൈ ബ്യൂട്ടിഫുൾ ലേഡി സീതമ്മയ്ക്ക് വേണ്ടി. യെസ്, ദാ പിടിച്ചോ. മേക്ക് എ വിഷ്, then go for it. സി, വാ നീ കട്ടാക്ക്. ഇല്ല ഇല്ല സീതമ്മ, നിന്റെ ബർത്ത്ഡേക്ക് നീയാ കേക്ക് കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ നീ കട്ട് ചെയ്യില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സീതമ്മ. സീതമ്മ. ഇതാ ഇതാ റാം. Thank you. Happy birthday to you. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? യമ്മി യമ്മി. ഞാൻ ഇതുവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് വളരെ സ്പെഷ്യലാ. ഈ സന്തോഷത്തിന് ഒരു വിലയിടാനേ കഴിയില്ല. ഒരു നോർമൽ ഡേ വളരെ സ്പെഷ്യൽ ആക്കി തന്നു നീ. കേക്ക് വളരെ നന്നായിട്ടുണ്ട്. ബിക്കോസ് നീ എന്ന് പറഞ്ഞ എനിക്ക് എന്നും സ്പെഷ്യൽ അല്ലേ? സീത, നീ ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. ഫോഴ്സ്ഫുള്ളി ചിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിന്റെ ലൈഫിൽ ഈ ചിരി മുഖത്തുനിന്ന് മായ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. ഫ്രണ്ട്, മൂന്നാൾക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്താലോ? അച്ഛനും അമ്മയും കിഡിനെ കിസ് ചെയ്യണ പോലെ. ഓക്കേ അല്ലേ സീതമ്മ? ഓക്കേ. ഓക്കെ ബേബി, നീ ചോദിച്ച പിന്നെ ചെയ്യാതിരിക്കോ? ഓക്കെ, 4, 3, 2, 1. പെട്ടെന്ന് ഉറുമ്പ് അടിച്ചിട്ടാ. ഒരൊറ്റ പിക്ക് കൂടെ പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, റെഡി? 4, 3, 2, 1. അച്ഛനും അമ്മയും മോളും കംപ്ലീറ്റ് ഫാമിലി. യെസ്. റാം, യാ. എന്നാ നീ ചെല്ല്, ഒരുപാട് സമയമായില്ലേ. എങ്ങോട്ട് പോവാൻ? എപ്പോഴും എന്നെ ഇങ്ങനെ പറഞ്ഞുവിടാൻ നോക്കുന്ന എന്തിനാ നീ? ഇനി ഒരു ഇമ്പോർട്ടന്റ് ജോലി കൂടെ ബാക്കിയുണ്ട്. ഇനി എന്താ? ഓക്കേ, പിടിച്ചോ. എന്താ ഇത്? നിനക്ക് തരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്ന ഗിഫ്റ്റുകളാ.
ഇതിൽ നിനക്ക് ഏത് കാറാ ഇഷ്ടപ്പെടുന്നത് നോക്ക്, എന്നിട്ട് സെലക്ട് ചെയ്ത്. കാറ് തന്നെ കൊണ്ടുവന്ന് നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തതാ. പക്ഷെ അതൊക്കെ സുഹിപ്പീരാണോ നീ ചോദിക്കുന്ന കരുതിയാ ഞാൻ ഈ ബ്രോഷർ കൊണ്ടുവന്നത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കി സെലക്ട് ചെയ്ത് പറ. എന്താ റാം ഇത്? നിങ്ങളിപ്പോ എനിക്ക് വേണ്ടി വളരെ ക്യൂട്ടായിട്ടൊരു കപ്പ് കേക്ക് കൊണ്ടുവന്നില്ലേ? അതാ എനിക്ക് വലിയ ഗിഫ്റ്റ്. ഒരുപാട് സന്തോഷമായി എനിക്ക്. അത് വേറെ ഇത് വേറെ, എനിക്ക് എന്തായാലും ഒന്നും കേൾക്കണ്ട സീത. നീ ഏതെങ്കിലും ഒരു കാർ ഇപ്പൊ സെലക്ട് ചെയ്തേ പറ്റൂ, അതിൽ മാറ്റമില്ല. ഈ കാറിന്റെ ആവശ്യം എന്താ ഇപ്പൊ എനിക്ക്? എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും അറിയില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അതിന്റെ ഡീസല്, മെയിന്റനൻസ് അങ്ങനെ പറഞ്ഞ് ചെലവാക്കേണ്ടി വരും. സീത, ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് സീത, പ്ലീസ്. ഡയമണ്ട് ബാംഗിൾസ് തന്നില്ലേ? അത് ഫാമിലി സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാവും. ഇതൊന്നും സത്യമായിട്ടും എനിക്ക് വേണ്ടറാം. എന്റെ ലൈഫിലെ വില കൂടിയ സമ്മാനം എന്ന് പറഞ്ഞാ അത് നീയാ. എനിക്ക് നിന്റെ സ്നേഹം കിട്ടിയില്ലേ, എനിക്ക് അത് മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. സീമോളെ, ഇപ്പോ സീതമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? സൂപ്പർ ആയിരിക്കും ഫ്രണ്ട്. എന്റെ ചക്കര കുട്ടിയാണല്ലോ, അല്ലേ? സീമോൾ ഇപ്പൊ ഓക്കെ ആന്നാ പറഞ്ഞേ. നീ എന്നോട് വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതും അതിന്റെ ഭാഗമാണ് സീത. ഫ്രണ്ട്, സീതമ്മ വേണ്ട എന്ന് പറഞ്ഞ അവളെ ഫോഴ്സ് ചെയ്യരുത്. ഓക്കെ ബോസ്. സോ കാർ എടുക്കാനുള്ള പ്ലാൻ ക്യാൻസൽ, റിജക്റ്റഡ്. പക്ഷെ നിന്റെ സ്നേഹം വേണം, അത് അക്സെപ്റ്റഡ്. ഓക്കെ റാം, താങ്ക് യു സോ മച്ച്. ബൈ. വൺസ് അഗൈൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഫ്രണ്ട്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പൊന്നെ. ബൈ. ബൈ പൊന്നെ. ബൈ ബൈ. ബൈ. വിഷമായില്ലല്ലോ? ഇല്ല. യു ആർ ദ ബെസ്റ്റ് സീത. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഐ ലവ് യു.